ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ഇൻസി ഡയറീസ്. ഇന്ന് നമുക്ക് കുറച്ച് സംസാരിച്ചിരുന്നാലോ? അതെ, ഇന്ന് ഞാൻ ഒരു റീഡിംഗ് ട്രാക്കറായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്കൊരു റീഡിംഗ് ട്രാക്കർ ചെയ്യാമെന്നുള്ളത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ ഒരു ട്രാക്ക് ചെയ്യുന്നത്, ഒരു റീഡിംഗ് ട്രാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ വേണമല്ലേ. നമ്മളാരും മോട്ടിവേഷൻ ചെയ്യാനുണ്ടാവില്ല, നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലായതാണ്, ഈ റീഡിംഗ് ട്രാക്കർ നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. നമുക്ക് മുൻപോട്ട് റീഡ് ചെയ്യാനും ഒരു കാര്യം സസ്റ്റെയിൻ ചെയ്യാൻ, അതായത് നിലനിർത്തി പോരാനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് മന്ത്ലി ട്രാക്കറും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇയർലി ട്രാക്കറും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ മാസങ്ങളും എഴുതിയിട്ട് ആ മാസത്തിൽ നമ്മൾ ഏതൊക്കെ റീഡ് ചെയ്യുന്നു നമുക്ക് നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു മാസം മാത്രം എടുത്തിട്ട് ആ മന്തിൽ നമ്മൾ ഏതൊക്കെ ബുക്സ് റീഡ് ചെയ്യുന്നു, ആ ബുക്കിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, നമ്മൾ ഓരോ ദിവസം റീഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ട് ചെയ്യാൻ പറ്റും. ഒരു റീഡിംഗ് ട്രാക്കറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു മാസത്തിൽ നമ്മൾ എത്ര ബുക്സ് റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ബുക്സാണ് നമുക്ക് വായിക്കാൻ ഇഷ്ടം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു ബുക്ക് എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ബുക്സ് വായിക്കാൻ എത്ര ടൈം എടുത്ത് നമ്മൾ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്കൊരു റീഡിംഗ് ട്രാക്കറിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു റീഡിംഗ് ട്രാക്കർ ചെയ്യുമ്പോൾ നമുക്കതിൽ എന്തൊക്കെ ചെയ്യാമെന്നറിയോ? നമ്മൾ റീഡിംഗ് ട്രാക്കർ ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ബുക്കിൻ്റെ പേര് നമുക്ക് നോട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ബുക്സിൻ്റെ മോഡൽ, ഒരു ഷെൽഫ് മോഡൽ വരച്ചിട്ട് അതിൽ ബുക്സിൻ്റെ ഇതിലാണ് പേര് എഴുതാൻ വേണ്ടി വിചാരിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം കൂടി ഒരു മന്ത്സിൽ എത്ര ഡേയ്സ് ഉണ്ടോ അത് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ മന്ത്സിലും നമ്മൾ ഒരു ദിവസം റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് പോവാം. അപ്പോൾ നമുക്ക് ആ ബുക്കിനോട് നമ്മൾ താല്പര്യം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ റീഡിംഗ് ട്രാക്കറിൽ നമ്മളിപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോട്ട്സുകളുണ്ടാവും, വേർഡ്സുകളുണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട സംഭാഷണങ്ങളുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ എഴുതി വെക്കാൻ പറ്റും. ഞാനിവിടെ ഇപ്പോൾ ഒരു ബുക്ക് പോലെ വരച്ചിട്ട്, ഒരു ഓപ്പൺ ചെയ്ത ബുക്കിൻ്റെ മോഡൽ വരച്ചിട്ട് അവിടെയാണ് എഴുതാൻ വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിൽ ഓരോ ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ വെറും ജസ്റ്റ് കോട്ട്സ് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പ്ലാനറിൽ നമുക്ക് റീഡിംഗ് ട്രാക്കർ മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ പലതും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാം. നമുക്ക് എന്ത് ഹാബിറ്റാണ് പുതുതായിട്ട് കൊണ്ടുവരേണ്ടത്, അതിനെ നമ്മൾ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ മൂഡ് ട്രാക്കർ, ഇന്ന് എൻ്റെ ദിവസം എങ്ങനെയായിരുന്നുണ്ട് അല്ലേ, അത് നമുക്ക് നോക്കണമെങ്കിൽ മൂഡ് ട്രാക്കർ ഉണ്ടാക്കാം. പിന്നെ ബഡ്ജറ്റ് ട്രാക്കർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കാര്യമാണ് ബഡ്ജറ്റ് ട്രാക്കർ.
നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ഇമോജീസും പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഒന്ന് നല്ല ഭംഗിയായി കൊടുത്തത്. ഇതൊന്നും വേണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും കളറൊക്കെ ചെയ്ത് നമുക്ക് തന്നെ ഓരോ ചിത്രങ്ങൾ വരച്ച് ചെയ്താലും മതി. ഞാൻ റീസെൻ്റ്ലി വായിച്ച ബിഗ് സ്കിൻ എഴുതിയൊരു ബുക്കാണ് ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് എന്നുള്ളത്. ആ പേരാണ് ഞാൻ അവിടെ നോട്ട് ചെയ്തത്. അപ്പം ഞാൻ ഓരോ ദിവസവും ഞാൻ കുറച്ച് വായിക്കാൻ